അങ്ങനെ പ്രമോയിൽ കണ്ടതുപോലെ മിഡ് വീക്ക് എവിക്ഷൻ നടന്നിരിക്കുകയാണ്. ഇന്നത്തെ എവിക്ഷൻ പ്രക്രിയ ഒരു വെറൈറ്റി തന്നെയായിരുന്നു. ഓരോരുത്തർക്കായി ഓരോ കളർ ബോംബുകൾ നൽകിയിട്ടുണ്ട്. അതിന്റെ യെല്ലോ വയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന പുക ഗ്രീൻ ആണെങ്കിൽ അവർ സേവ് ആവുകയും റെഡ് ആണെങ്കിൽ അവർ എവിക്റ്റ് ആവുകയും ചെയ്യുമെന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. ആദ്യം ഷാനവാസിനോടും നെവിനോടും ഒരുമിച്ച് കട്ട് ചെയ്യുവാൻ പറഞ്ഞു. രണ്ടുപേരുടെ ബോംബിൽ നിന്ന് പച്ച നിറമുള്ള പുകയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും സേവായി. പിന്നെ അനുമോളോടും അനീഷിനോടും ഒരുമിച്ച് ബോംബിന്റെ വയർ കട്ട് ചെയ്യുവാൻ പറഞ്ഞു. എന്നാൽ ആ സമയം അനുമോളുടെ ബോംബ് മാത്രം പൊട്ടി. അനുമോളുടെ ബോംബിൽ നിന്ന് പച്ച നിറമുള്ള പുക വന്നു. അങ്ങനെ അനുമോൾ സേവായിരിക്കുന്നു. അനീഷിനോട് അവിടെ തന്നെ നിൽക്കുവാൻ പറഞ്ഞു. അത് മറ്റുള്ള ഹൗസ്മേറ്റ്സിനെയും അനീഷിനെയും വളരെ നിരാശയിലാക്കി. ഒരു പക്ഷേ അനീഷാണോ എവിക്റ്റ് ആകാൻ പോകുന്നത് എന്ന് എല്ലാവരും ചിന്തിച്ചു. പിന്നീട് അക്ബറിനോടും നൂറയോടും ആദിലയോടും ഒരുമിച്ച് ബോംബിന്റെ വയർ പൊട്ടിക്കാൻ പറഞ്ഞു. 3 പേരും അങ്ങനെ ബോംബിന്റെ വയർ കട്ട് ചെയ്തു. ആ സമയം അക്ബറിന്റെയും നൂറയുടെയും ബോംബിൽ നിന്ന് പച്ച നിറവും ആദിലയുടെ ബോംബിൽ നിന്ന് ചുവപ്പ് നിറവും വന്നു. അങ്ങനെ ആദില ഈ ബി ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയിരിക്കുന്നു. അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞു, അനീഷിനും തിരിച്ച് ഹൗസ്മേറ്റ്സിന്റെ കൂടെ പോകാം. അനീഷിന്റെ ബോംബിന് ചില സാങ്കേതിക തകരാറുകൾ ഉള്ളതുകൊണ്ടാണ് അത് പൊട്ടാതിരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് ഈ ബി ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുന്നത് ആദില മാത്രമാണ്. പിന്നെ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ടായിരുന്നു ആദില വീട് വിട്ട് ഇറങ്ങിയത്. നൂറയെ എല്ലാവരോടും പ്രത്യേകം ശ്രദ്ധിക്കുവാൻ പറഞ്ഞു. ആദില വളരെ ഹാപ്പി ആയിട്ടാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. കാരണം 1-2 എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആദിലയ്ക്ക് ഇത് ഒരു പുത്തിരിയായിരുന്നില്ല. കഴിഞ്ഞ പ്രാങ്ക് പോലും ആദില വളരെ സീരിയസ് ആക്കി എടുത്ത ഒരു എവിക്ഷൻ തന്നെയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആദിലയ്ക്ക് ഇത് ഒരു പുത്തിരിയായിരുന്നില്ല. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ആദില വീട് വിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഫോട്ടോ എടുക്കുവാനായി എല്ലാവരെയും നിരത്തി നിർത്തിയപ്പോൾ ഇതുപോലൊരു ഫോട്ടോ വേറെ ആർക്കും ലഭിച്ചിട്ടില്ല. കാരണം ഇത്രയും ഹൗസ്മേറ്റ്സിനെ ഒരുമിച്ച് ഒരു ഫോട്ടോ ഫ്രെയിമിൽ കിട്ടുന്നത് ആദിലക്ക് മാത്രമായിരിക്കും. നൂറയോട് വളരെ സ്ട്രോങ് ആയി എനിക്ക് വേണ്ടി നീ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ള സമാധാനത്തോടു കൂടി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആദില പടിയിറങ്ങുകയായിരുന്നു. നിങ്ങൾക്ക് ബിബിയുടെ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.